ഗാസയിൽ മനുഷ്യക്കുരുതി തുടരുകയാണ്. ഇസ്രയേൽ ആക്രമണത്തിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 89 പേർ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ട അൽ ജസീറ മാധ്യമപ്രവർത്തകർക്കായി പലസ്തീനിൽ പ്രതിഷേധം അരങ്ങേറി. ദൈന്യതയുടെ, നിരാശയുടെ, നിസ്സഹായതയുടെ മുഖങ്ങളാണ്. കുരുതിക്കളമാകുന്ന ഭൂമിയിൽ സമാധാനമെന്ന പ്രതീക്ഷ തന്നെ വിദൂരെ. ഒരു നേരത്തെ ഭക്ഷണം ജീവൻ നിലനിർത്താനുള്ളത്, അത്രമാത്രം മതിയായ ജനത. മറ്റു സ്വപ്നങ്ങളില്ല, ആഗ്രഹങ്ങളില്ല. കുഞ്ഞുങ്ങൾക്ക് കളിപ്പാട്ടം വേണ്ട, ഒന്നുമാത്രം മതി: ആഹാരം. ആഹാരത്തിനു വേണ്ടി കടിപിടി കൂടുന്ന മനുഷ്യക്കൂട്ടം. കണ്ണീരും നിലച്ചു പോകുന്ന കാഴ്ചയാണ് ഗാസയിലേത്. പട്ടിണി മരണങ്ങൾ 227 ഉയർന്നിരിക്കുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ അന്നമില്ലാതെ മരിച്ചത് കുഞ്ഞുങ്ങളടക്കം 5 പേർ. അത്യന്തം ദയനീയമായ കാഴ്ച. യുദ്ധം തുടങ്ങിയതിൽ പിന്നെ ഭക്ഷണമില്ലായ്മ കൊണ്ട് മാത്രം കുരുതി കൊടുക്കപ്പെട്ടത് 103 കുഞ്ഞുങ്ങളെയാണ്. രണഭൂമിയാണ് ഗാസ മുനമ്പ്. ഇസ്രായേൽ ആക്രമണത്തിൽ 89 പലസ്തീനികളാണ് ഒടുവിൽ കൊല്ലപ്പെട്ടത്. ഭക്ഷണത്തിനായി യാചിച്ചെത്തിയ 31 പേരും ഉൾപ്പെടുന്നു ഇതിൽ. ഇസ്രായേലിന്റെ നീചമായ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ UN-ഉം ലോകരാഷ്ട്രങ്ങളും രംഗത്തെത്തിയിട്ടുണ്ട്. എന്നാൽ ഗാസയിൽ പട്ടിണിയില്ലെന്നും അതിർത്തിയിലെത്തുന്ന ഭക്ഷണം ജനങ്ങൾക്ക് വിതരണം ചെയ്യുന്നതിൽ UN ഉദ്യോഗസ്ഥർ പരാജയപ്പെടുന്നുവെന്നുമാണ് ഇസ്രായേലിന്റെ വാദം. അതിർത്തിയിലെത്തുന്ന ഭക്ഷണം വിതരണം ചെയ്യാത്തതാണ് പ്രധാന പ്രശ്നം. മനുഷ്യന്റെ അവകാശങ്ങളെല്ലാം ലംഘിച്ച് അവിടെയും ഇസ്രായേലിന്റെ കിരാതവാഴ്ച. ആയിരക്കണക്കിന് ജനതയ്ക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് തുച്ഛമായ ഭക്ഷ്യശേഖരം മാത്രം. ഉള്ളത് കിട്ടാൻ വേണ്ടി നടത്തുന്ന അടിപിടിയിൽ കൂടെയുള്ളവൻ മരിച്ചു വീണാൽ പോലും കിട്ടിയ ഭക്ഷണവുമായി ഓടി രക്ഷപ്പെടേണ്ടി വരുന്ന മനുഷ്യന്റെ നിസ്സഹായ അവസ്ഥ. ഗാസയുടെ മോചനത്തിനായുള്ള സമയം അതിക്രമിച്ചു. ഇനിയും കാത്തുനിൽക്കാതെ രാഷ്ട്രീയ ഇടപെടലുകൾക്കപ്പുറം ഗാസ സന്ദർശിച്ച് സമാധാനത്തിനായി ഇടപെടണമെന്ന് പോപ്പ് ഗായിക മഡോണ ലിയോ മാർപ്പാപ്പയോട് ആവശ്യപ്പെട്ടു. ലോകമാകെയും ആവശ്യപ്പെടുന്നതും ആഗ്രഹിക്കുന്നതും അത്രമാത്രം. നിരപരാധികളായിട്ടുള്ള മനുഷ്യജന്മങ്ങൾ ഇനിയും കുരുതി കൊടുക്കപ്പെടരുത്. ഇന്റർനാഷണൽ ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.